മുജ്ജന്മ ബന്ധമില്ലാതെ ആരും, മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും പോലും പരസ്പരം കണ്ടുമുട്ടുകയില്ല. അതിനാൽ ആരെയും തിരസ്കരിക്കരുത്. നിന്റെ വാതിൽക്കലെത്തുന്ന അപരിചിതനെ ബഹുമാനിക്കുക. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക. വിശക്കുന്നവന് ആഹാരം നൽകുക. നഗ്നന് വസ്ത്രം നൽകുക. അബലർക്ക് വിശ്രമിക്കാൻ നിന്റെ വരാന്തയുടെ കുറച്ച് സ്ഥലം നൽകുക. അത് ഈശ്വരനെ പ്രീതിപ്പെടുത്തും. ജനന മരണ വൃത്തത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന് ദൃഢമായി ആഗ്രഹിക്കുന്നവൻ ധാർമ്മിക മാർഗം കൃത്യമായി പാലിക്കുകയും എല്ലായ്പ്പോഴും ശാന്തചിത്തനായി വർത്തിക്കുകയും വേണം. അത്തരത്തിലുള്ള ഒരുവൻ കഠിന വാക്കുകൾ ഉപേക്ഷിക്കണം. മറ്റുള്ളവരുടെ ബലഹീനതകളെ കുത്തിനോവിക്കരുത്. സ്വന്തം കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഈശ്വരൻ എല്ലാ ജീവികളിലും വസിക്കുന്നു. ഈ ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം ഭഗവാൻ ഹൃഷീകേശൻ, ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് വന്നാൽ പോലും ആത്മജ്ഞാനം കരഗതമാകില്ല. വേദങ്ങളിൽ ഗഹനമായ അറിവോ പണ്ഡിതൻ എന്ന പ്രശസ്തിയോ ആവശ്യമില്ല. ഭാവമില്ലാതെ, മനസ്സുരുകാതെ ഈശ്വരസ്തുതികൾ ആലപിക്കേണ്ട ആവശ്യവും ഇല്ല. ഭക്തി എന്ന സ്നേഹപൂർണമായ വികാരം മാത്രം മതിയാകും.